ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രശ്മി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സോ രശ്മി ചേച്ചി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ രമ്യയുടെ കസിൻ ചേച്ചിയാണ്. ചേച്ചിയുടെ വീട് മുളകാടാണ്. സോ ചേച്ചിയുടെ കുഞ്ഞുമണീനെ കാണാനായിട്ട് പോകുകയാണ്, അതായത് ചേച്ചിയുടെ ബേബി. അവളെ കാണാനായിട്ട് പോവുകയാണ്. അവളൊരു 3 മന്തി ആയിട്ടുള്ളൂ. സോ ചെറിയൊരു കുട്ടി കുപ്പിയാണ്. സോ അവളെ കാണാനായിട്ട് നമ്മൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുവാണ്. നിങ്ങളെല്ലാം ചോദിക്കും രമ്യയുടെ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് രമ്യയില്ലേന്ന്. രമ്യയെ നമ്മൾ പിക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിങ്ങൾ വിചാരിക്കുക വണ്ടിക്കാണെന്ന്. പക്ഷേ വണ്ടിക്കല്ല, നമ്മൾ ബസ്സിനാണ് പോകുന്നത്. വണ്ടി ഓടിക്കാൻ എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. സോ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ അവളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കാൽനട യാത്രകരാണ് ഗൈസ്. നടന്ന് സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിൽ നമുക്ക് ATMലൊക്കെ പോകാനുണ്ട്. സോ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ രമ്യേനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ വീടിൻ്റെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇതാണ് ഗൈസ് അവളുടെ OTD ഡ്രസ്സ്. രമ്യയുടെ ചേട്ടൻ ഹായ്, ഒരു ഹായ്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ പോയിട്ട് വരാം. അപ്പോൾ അടുത്ത ആൾ നമ്മുടെ വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ബിസിയാണ് ഗൈസ്. ഇതാണ് താറാക്കുട്ടങ്ങൾ. ഇംഗ്ലീഷിൽ ഇതിനെ ഡക്ക് എന്ന് പറയും. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ കേപ്പിച്ചിട്ട് വീട്ടിൽ പോകണേണ് ഗൈസ്. കേട്ടിറക്കത്തിന് നീറ്റാണ്, എന്നാലും സുന്ദരിയാണെന്നാണ് അവൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ഓക്കെ, ബൈ ഗൈസ്. ഹൈക്കോടതിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി സ്റ്റേഷനിലേക്കാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ ഇവരെ കണ്ടുമുട്ടി. മഴയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് കുഞ്ഞമ്പുടനെ കിട്ടിയിട്ടുണ്ട്. അമ്പടോ അമ്പടോ ഹായ്. ഇവിടെ നോക്ക്. ഇവിടെ 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 നോക്കണം. അങ്ങനെ ഗൈസ്, അവസാനം ഞങ്ങൾ രശ്മി ചേച്ചിയുടെ വീട്ടിലോട്ട് എത്തി ഗൈസ്. അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ എല്ലാവരും നടക്കണേണ്. കിട്ടണില്ല ഗൈസ്. അങ്ങനെ എല്ലാവരും എത്തി. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് രശ്മി ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇത് രശ്മി ചേച്ചിയുടെ വീട്ടിലോട്ട് പോണ വഴിയാണ്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. എല്ലാവരും ഉണ്ട് ബാക്കിൽ. ചേച്ചിയുടെ വീട്ടിലെത്തി ഗൈസ്. രശ്മി ചേച്ചിയൊക്കെ പുറത്തുണ്ട്. രശ്മി ചേച്ചിയുടെ അച്ഛനുണ്ട്, അഭിനന്ദേട്ടൻ അച്ഛനുണ്ട്. ഹായ് പറ. അപ്പോൾ ഗൈസ്, രശ്മിയുടെ വീട്ടിലെ അടിപ്പനായിട്ടൊരു ആൻറ്റിക് റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ പറഞ്ഞ റൂം മൊത്തം ഫുൾ ഇങ്ങനെ ആൻറ്റിക്ക്, ഇങ്ങനെ ഒരു എസ്തെറ്റിക് വൈബാണ് ഗൈസ് ഫുൾ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട് ഗൈസ്. ലൈറ്റൊക്കെ എത്തും ഗൈസ്. നല്ലൊരു ആൻറ്റിക് വൈബാണ്. പണ്ടത്തെ നൊസ്റ്റു പഠിക്കും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ. ചെണ്ട ഇതൊക്കെ ഇവളുടെ പാട്ടുണ്ട് ഗൈസ്. ഇവൻ വരെ തലകറങ്ങി കിടന്നു ഗൈസ്. വിഷമോട്ട് അവളൊക്കെ തന്നെ ചുണ്ടക്കിടാക്കി. Bye guys. ഒരു പാലം കഴിഞ്ഞാൽ പാലത്തിന്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഗൈസ്, നമ്മള് ബസ് നോക്കി നിന്ന് കാലും കൈയൊക്കെ കഴിച്ചു.